എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. അതിനുവേണ്ടി ഒരു മത്തങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എരിശ്ശേരി പല വിധത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. വൻപയർ ഇട്ടിട്ടുണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പരിപ്പിട്ടിട്ടുണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പല വിധത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് മത്തങ്ങ കഴുകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിലിന് എടുത്താൽ മതി, മത്തങ്ങ വേഗം വെന്ത് കിട്ടും. ഇനി നമുക്ക് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് അധികം എരിവൊന്നും വേണ്ട, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാം. നല്ലോണം അരയേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. മത്തങ്ങ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചത് ഇതിലേക്ക് കലക്കി കൊടുക്കാം. ഇത് നല്ലോണം ഒന്നും അരിഞ്ഞിട്ടില്ല, ഇതേപോലെ അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് കലക്കി കൊടുക്കാം. ഇതിന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് ഇതേപോലെ ഉടച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ മത്തങ്ങ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് വെക്കാം. മത്തങ്ങേൻ്റെ ഗുണം എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, അതേപോലെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ കഴിക്കാം. എന്ന് വെച്ചാൽ നമ്മളെ പൊണ്ണത്തടിയിലുണ്ട് കുറക്കാൻ പറ്റുന്നത്, അതേപോലെ കൊളസ്ട്രോൾ കുറക്കാൻ പറ്റുന്നത്, ഇതിനെല്ലാം പറ്റിയ ഒരു പച്ചക്കറിയാണ് മത്തങ്ങ. ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇതിൽ നമ്മൾ കടുവൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുക. ഇതിപ്പം വെളിച്ചെണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല, എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇതൊന്ന് തിളച്ച് നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.